തമിഴ്നാട് കോയമ്പത്തൂരിലെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മരുത്തുമലൈ മുരുക ക്ഷേത്രത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ക്ഷേത്രത്തിലോട്ട് ഏകദേശം 608 പടികൾ കയറി വേണം പോകുവാനായിട്ട്. പാറയിൽ തുരന്നുണ്ടാക്കിയ ഒരു മാർഗ്ഗമാണ്. പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സിൽ കുറഞ്ഞ നിരക്കിൽ അവിടെ എത്താവുന്നതാണ്. നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടു പോകണമെങ്കിൽ ഈ വഴി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കണം. നിറയെ മരുത്തുമരം നിൽക്കുന്ന ഒരു സ്ഥലം ആയതിനാലാണ് മരുത്തുമല എന്ന പേര് തന്നെ കിട്ടിയത്. ഇതാണ് പാരലലായിട്ടുള്ള വാഹനങ്ങൾ പോകുന്ന വഴി. തിരികെ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഈ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് പടികൾ കയറുന്നത് നമുക്ക് വലിയ കഠിനമായി അനുഭവപ്പെടില്ല. 12-ാം നൂറ്റാണ്ടിൽ സംഘകാല രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം ഹംപി, മഹാബലിപുരം എന്നീ സ്ഥലങ്ങളിലെല്ലാം പാറയിൽ നിർമ്മിച്ച മനോഹരമായ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. ഇടയ്ക്കിടെ കുറേ ഇതുപോലെയുള്ള മണ്ഡപങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേരിലുള്ള മണ്ഡപമാണ്. ഏകദേശം ഒരു 500-ാമത്തെ പടിയുടെ അടുത്താണ് ഇത് വരുന്നത്. പാമ്പാട്ടി സിദ്ധാർ എന്ന് പറയുന്ന ഒരു പാമ്പുവിഷ ചികിത്സകനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. അദ്ദേഹം തൻ്റെ ചികിത്സയുടെ ഉപയോഗത്തിലോട്ടായിട്ട് പാമ്പ് വിഷം ശേഖരിക്കുന്നതിനായി ഈ ഏരിയയിൽ വരികയും അവിടെ വച്ച് ഒരു യോഗിയുമായി കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ജ്ഞാനം സിദ്ധിക്കുകയും പിന്നീട് അദ്ദേഹം തൻ്റെ പ്രവൃത്തികൾക്ക് ഒരു പരിഹാരം എന്നോണം ഇവിടെ വന്ന് ധ്യാനത്തിലിരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മുരുക ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും തീർത്ഥ ജലം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ആ ഐതിഹ്യം. ഇവിടെ വളരെയധികം ആളുകൾ തങ്ങളുടെ ഉദ്ദിഷ്ടകാര്യത്തിനായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിക്കുന്ന ദമ്പതികൾ തൊട്ടിൽ കെട്ടുക പോലുള്ള നേർച്ചകൾ ചെയ്യാറുണ്ട്. മുകളിലോട്ട് വരുന്തോറും പാത കുറച്ച് കുത്തനെയുള്ള കയറ്റവും കുറച്ച് ഇടുങ്ങിയതുമാണ്. ഇനി നമുക്ക് വളരെ കുറച്ച് പടികൾ മാത്രം കയറിയാൽ നമ്മളുടെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തും. കുറേ റെയിലുകൾ പോലെയുള്ളതെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് സൈഡിൽ. ഭാഷയുടെ പ്രശ്നം നമ്മൾ തമിഴ്നാട്ടിലായാലും നമുക്ക് ചെറിയ തോതിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ ഉത്സവം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ 2 ദമ്പതികളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറേയധികം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ വാക്കുകളൊക്കെ കുറേ വ്യത്യാസമാണ്. അവസാനം ഒരു ഫങ്ഷൻ ആണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് കാര്യം കുറച്ചൊക്കെ മനസ്സിലായത്. പിന്നീട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഉത്സവത്തിൻ്റെ ദിവസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നത്. വളരെയധികം മനോഹരമായ കൊത്തുപണികൾ, പെയിൻറ്റിങ്സ് എല്ലാം നമുക്കിവിടെ കാണാം. പടികൾ കയറി വരുന്ന ആ വഴിയിലുള്ള ഗേറ്റ് 5 മണിയോടുകൂടി വൈകുന്നേരം 5 മണിയോടുകൂടി അടയ്ക്കും. പിന്നീട് നമുക്ക് ബസ്സിലാണ് ഇവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. വളരെയധികം കൊത്തുപണികളുള്ള ഒരു മുഖ്യ കവാടമാണിത്. പുറത്തേക്ക് തുറക്കുന്ന ഒരു പ്രധാന ഗോപുരവും അവിടെ നമുക്ക് മനോഹരമായ കൊത്തുപണികളെല്ലാം കാണാം. ഇവിടെ നല്ല ഒരു ശക്തമായ കാറ്റ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ നിന്ന് താഴത്തോട്ട് നോക്കിയാൽ കോയമ്പത്തൂർ ടൗണിൻ്റെ നല്ലൊരു വിശാലമായ കാഴ്ച കാണാം. ഇവിടുത്തെ പ്രധാന ഉത്സവം ജൂൺ 9-നാണ്. മുരുക ഭഗവാന്റെ ജന്മദിനം തന്നെയാണ്. വളരെ ആഘോഷമായ ഒരു
ഉത്സവമാണ് ഇവിടെ നടക്കുക. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് എന്നിവിടെ പരിചയപ്പെട്ട 2 വ്യക്തികൾ പറയുകയുണ്ടായി. നമ്മൾ ഈ വഴിക്കൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മേട്ടുപ്പാളയം ഈ സ്ഥലം എല്ലാം ഉൾപ്പെടുത്തി ഒരു മനോഹരമായൊരു യാത്ര തന്നെ പ്ലാൻ ചെയ്യാം. ഇതുപോലെയുള്ള നല്ല സുന്ദരമായ ഇടങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങാം. ഇവിടെ ഉത്സവത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, പെയിൻറ്റിങ് പണികളെല്ലാം നടക്കുകയാണ്. തിരിച്ചു പോകാൻ ബസ് കാത്തിരിക്കുന്നവരുടെ കൂടെ ഞങ്ങളും ചേരുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അധികം പ്രയാസം കൂടാതെ താഴത്തോട്ട് എത്താൻ പറ്റും.